പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന പൊതുപരിപാടികളിൽ വൻ ജനപങ്കാളിത്തമാണ് എന്നും ഉണ്ടാകാറുള്ളത്. അത് രാജ്യത്തിന്റെ ഏത് കോണിലാണെങ്കിലും മാറ്റമില്ലാത്ത ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം തെലങ്കാനയിലെ സെക്കന്ദരാബാദിൽ നടന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പൊതുപരിപാടിയാണ് ഇപ്പോൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. വൻ ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായ ഈ പരിപാടി പക്ഷേ ഇപ്പോൾ ബി.ജെ.പിക്ക് തന്നെ വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നത്. പണമിറക്കി ആളെ പരിപാടിക്ക് എത്തിക്കേണ്ട ഗതികേടാണ് ഇവിടെ പുറത്താകുന്നത്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് തെലങ്കാന. അവിടെ ബി.ജെ.പിക്ക് കാര്യമായ വോട്ടുമില്ല. എന്നിട്ടും ആൾക്കൂട്ടത്തിന്റെ ആരവമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ തറവേലകളാണ് ഇപ്പോൾ ഒന്നൊന്നായി പുറത്തു വരുന്നത്. പശ്ചിമ ബംഗാൾ അടക്കം പിടിച്ചെടുത്ത് നോർത്ത് ഇന്ത്യയിൽ വലിയ കരുത്ത് കാണിക്കുന്ന ബി.ജെ.പിക്ക് പക്ഷേ സൗത്ത് ഇന്ത്യയിൽ തങ്ങൾ വിചാരിക്കുന്നയിടത്ത് കാര്യങ്ങൾ എത്തിക്കുവാൻ സാധിക്കുന്നില്ല. തമിഴ്നാട്ടിലും കേരളത്തിലുമായി നടന്ന തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ആകെ ജയിക്കാനായത് 5 സീറ്റുകളിൽ മാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് തെലങ്കാനയിൽ വേരോട്ടമുണ്ടെന്ന് കാട്ടിക്കൂട്ടുവാൻ ബി.ജെ.പിയും മോദിയും പഠിച്ച പണി 18 പയറ്റുന്നത്. ബുർഖ ധരിച്ച സ്ത്രീകളെ യു.പിയിൽ നിന്ന് ഇറക്കിയാണ് പരിപാടിയുടെ കൊഴുപ്പ് ബി.ജെ.പി കൂട്ടിയത്. പ്രാദേശിക മാധ്യമങ്ങളെ ഉദ്ധരിച്ച് സിയാസത്ത് ഡെയിലിയാണ് വാർത്ത പുറത്തുവിട്ടത്. സെക്കന്ദരാബാദിൽ ആവശ്യത്തിന് അണികൾ ബി.ജെ.പിക്കില്ല എന്നത് വാസ്തവമാണ്. അത് മറികടക്കുക എന്നതാണ് ഇവിടെ ബി.ജെ.പി ലക്ഷ്യം വയ്ക്കുന്നത്. അതിനുവേണ്ടിയാണ് പണം മുടക്കി തെലങ്കാനയുടെ പുറത്തുനിന്ന്, അതും യു.പിയിൽ നിന്ന് ആളുകളെ ഇറക്കുന്നത്. കഴിഞ്ഞ ദിവസം സെക്കന്ദരാബാദിലെ പരേഡ് ഗ്രൗണ്ടിൽ നടന്ന പൊതുസമ്മേളനത്തിനിടെ നടന്ന സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ഹൈദരാബാദിലെ നാച്ചാര മേഖലയിൽ താമസിക്കുന്ന ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു സംഘത്തെയാണ് റാലിയിൽ പണം നൽകി എത്തിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പ്രാദേശിക ചാനലായ ഷമ്മ ന്യൂസ് പുറത്തുവിട്ട വീഡിയോയിലാണ് സ്ത്രീകളും ഒപ്പമുള്ളവരും പണം ലഭിച്ചതിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്നത്. റാലിയിൽ പങ്കെടുത്ത ബുർഖ ധരിച്ച സ്ത്രീകൾ ഉൾപ്പെടുന്ന 20 അംഗ സംഘത്തോട് സംസാരിക്കവെയാണ് പണം ലഭിച്ചെന്ന കാര്യം പുറത്തു വന്നത്. സംഘത്തലവനായ റോഷനാണ് പണം ലഭിച്ച വിവരം റിപ്പോർട്ടറോട് വെളിപ്പെടുത്തിയത്. റാലിയിൽ പങ്കെടുക്കാൻ ഒരാൾക്ക് 300 രൂപ വീതമാണ് ലഭിച്ചതെന്ന് ഇയാൾ വെളിപ്പെടുത്തി. ലഭിച്ച തുക കുറവാണല്ലോ എന്ന ചോദ്യത്തിന് അവർ വരാൻ പറഞ്ഞു, ഞങ്ങൾ വന്നു, ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. ബി.ജെ.പി പതാകകളും ഓറഞ്ച് ഷോളുകളും ധരിച്ചെത്തിയ ഇവർക്കിടയിൽ 300 രൂപ, 500 രൂപ എന്നിങ്ങനെ വ്യത്യസ്ത തുകകളെക്കുറിച്ച് സംസാരിക്കുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വീഡിയോ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. റാലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെലങ്കാനയുടെ വികസനത്തിന് കേന്ദ്രം വലിയ പ്രാധാന്യം നൽകുന്നുവെന്നൊക്കെ തട്ടിവിടുമ്പോഴും പക്ഷേ കേൾക്കാനുണ്ടായത് യു.പി സ്വദേശികളാണ് എന്നതാണ് വാസ്തവം. സംസ്ഥാനത്തെ ദരിദ്രരുടെയും കർഷകരുടെയും ക്ഷേമത്തിനായി കേന്ദ്രം കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുമെന്നും റെയിൽവേ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിന് വൻതുക അനുവദിച്ചതായും മോദി പറയുന്നുണ്ട്. ഡിജിറ്റൽ ഇന്ത്യയുടെയും സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെയും ഗുണഫലങ്ങൾ തെലങ്കാനയിലെ യുവാക്കളിലേക്ക് എത്തുന്നുണ്ടെന്ന് മോദി പറയുമ്പോൾ സദസ്സിൽ നിന്നും വലിയ പ്രതികരണങ്ങളൊന്നുമില്ല. നിസ്സഹായരായി സദസ്സിലുള്ള സ്ത്രീകൾ ഉൾപ്പെടെ മോദിയുടെ വാക്കുകൾ കേട്ടിരിക്കുന്നുണ്ട്. ബംഗാളിലെ ബി.ജെ.പിയുടെ വിജയത്തിനെ തുടർന്ന് അത് സൗത്ത് ഇന്ത്യയിലേക്ക് വ്യാപിപ്പിക്കുമെന്ന് മോദി അവകാശവാദം ഉന്നയിക്കുമ്പോൾ പക്ഷേ അത് അണികളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഉത്തർപ്രദേശിൽ നിന്ന് പോലും മോദിക്ക് ആളെ ഇറക്കേണ്ടി വന്നത്. അത് സമൂഹ മാധ്യമങ്ങളും വാർത്താ മാധ്യമങ്ങളും കൈയോടെ പൊക്കുമ്പോൾ നാണക്കേട് കൊണ്ട് തലകുനിയുന്നുണ്ട് ബി.ജെ.പിക്കാർക്ക്. വൻ ഭൂരിപക്ഷത്തിനാണ് ബി.ജെ.പി ബംഗാളിൽ ഭരണത്തിലേറിയത്. സമാനമായ പിന്തുണ തെലങ്കാനയിൽ നിന്നും ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ബി.ജെ.പി പിന്നീടും ആവർത്തിക്കുന്നുണ്ട്. അത് പക്ഷേ പ്രാവർത്തികമാക്കുവാൻ ബി.ജെ.പി വലിയ രീതിയിൽ വിയർപ്പൊഴുക്കേണ്ടി വരും. അതിനാദ്യം തെലങ്കാന പോലൊരു സംസ്ഥാനത്തിനകത്ത് മാത്രം പാർട്ടിയുടെ അടിത്തറ വ്യാപിപ്പിക്കേണ്ടതുണ്ട്. അതിന് പണമെറിഞ്ഞ് ആളെ കണ്ടെത്തിയിട്ട് കാര്യമില്ല. ന്യൂനപക്ഷങ്ങൾക്ക് ശക്തമായ അടിത്തറയുള്ള തെലങ്കാനയിൽ അവരെ വിശ്വാസത്തിലെടുക്കാനുള്ള മരുന്നുകളൊന്നും മോദിയുടെയും ബി.ജെ.പിയുടെയും കൈകളിൽ ഇല്ല എന്നതിന് തെളിവാണ് ആദ്യം പറഞ്ഞ സംഭവമെന്നും കാണാൻ സാധിക്കും.